അനാവശ്യ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും പാർട്ടിയുടെ പ്രതിഷ്ഠയ്ക്ക് കോട്ടം വരുത്തിയ മുൻകാല തെറ്റുകൾ ആവർത്തിക്കരുതെന്നും ബി.ജെ.പി. നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി അമിത്ഷാ. മധ്യപ്രദേശിലെ പച്മറി സന്ദർശന വേളയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ബി.ജെ.പി. നേതാക്കൾക്ക് വികാരാധീനമായ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് ഉപദേശിച്ചത്. പാർട്ടി പരിശീലന ക്യാമ്പിൽ എംപിമാരെയും എംഎൽഎമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. തെറ്റുകൾ ഒരിക്കൽ സംഭവിക്കാമെങ്കിലും അവ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. സംസാരത്തിലെ സംയമനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്നും തെറ്റുകൾ ആവർത്തിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായും ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ദയും അടുത്തിടെ നടത്തിയ വിവാദ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ പരാമർശങ്ങൾ. ഈ പരാമർശങ്ങൾ അവർക്ക് വേണ്ടിയുള്ള വ്യക്തമായ ഒരു സന്ദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് രാജ്യവ്യാപകമായി ബി.ജെ.പിക്ക് വ്യാപകമായ വിമർശനവും നാണക്കേടും ഉണ്ടാക്കിയിരുന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ യാത്ര, പ്രത്യയശാസ്ത്രം, സംഘടനാ അച്ചടക്കം എന്നിവയെക്കുറിച്ച് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ബോധവൽക്കരിക്കുക എന്നതാണ് ജൂൺ 14 മുതൽ 16 വരെ പശ്ചിമറിയിലെ കുന്നിൻ പ്രദേശത്ത് നടന്ന ബി.ജെ.പിയുടെ 3 ദിവസത്തെ പരിശീലന ക്യാമ്പിന്റെ ലക്ഷ്യം. വന്ദേമാതരം ആലപിച്ചതോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. തുടർന്ന് ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗുകളിൽ പങ്കെടുത്ത കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിജയ് ഷാ നടത്തിയ പരാമർശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ സൈനികർ കുമ്പിടണമെന്ന ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവയുടെ പരാമർശങ്ങളും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. സെൻസിറ്റീവ് അല്ലെങ്കിൽ വിവാദപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. അവരിൽ ചിലർ മുമ്പ് ഇത്തരം തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അച്ചടക്കമില്ലായ്മയും അയഞ്ഞ സംസാരവും നേതാവിനെയും പാർട്ടിയുടെ പ്രതിഷ്ഠയെയും നശിപ്പിക്കുമെന്നും ഷാ കൂട്ടിച്ചേർത്തിരുന്നു. വിവാദപരമായ പരാമർശങ്ങളിലൂടെയോ അനുചിതമായ പൊതുപെരുമാറ്റത്തിലൂടെയോ ഒരു രാഷ്ട്രീയക്കാരന്റെ കരിയർ പാളം തെറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ക്യാമ്പിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷായുടെ ആശങ്കകൾ പ്രതിധ്വനിപ്പിക്കുകയും ചെയ്തു. വ്യക്തിപരവും പാർട്ടിയുടെ പ്രശസ്തിയും സംരക്ഷിക്കുന്നതിന് അനാവശ്യ വിഷയങ്ങളിൽ മൗനം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ സൈപ്രസിൽ യുദ്ധത്തിന്റെ യുഗമല്ല എന്ന സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ആവർത്തിച്ചു. 2 പതിറ്റാണ്ടിലേറെയായി സൈപ്രസിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. ചർച്ചകൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി കൊട്ടാരത്തിലെത്തിയ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലെ പുതിയ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സൈപ്രസ് തനിക്ക് നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പുരസ്കാരം ഇന്ത്യക്കുള്ള ബഹുമതിയാണെന്നും മോദി അഭിപ്രായപ്പെട്ടു. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ സഹകരണത്തിന് പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചു. യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നും സൈപ്രസും അതേ ആശയം മുൻപോട്ട് വയ്ക്കുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി. അതിർത്തികളിലെ സാഹചര്യം നോക്കിയല്ല ഇന്ത്യ സൈപ്രസ് ബന്ധമെന്നും പ്രധാനമന്ത്രി വിവരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.